മലർവാടി വിജ്ഞാനോത്സവം സംസ്ഥാനതല മത്സരത്തിലേക്ക് കൂട്ടുകാർക്കെല്ലാം സ്വാഗതം. അറിവും ആനന്ദവും പെയ്തിറങ്ങിയ സ്കൂൾ, ഉപജില്ല, ജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ച മിടുമിടുക്കരാണ് നമ്മോടൊപ്പമുള്ളത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 3000-ലേറെ പൊതുവിദ്യാലയങ്ങളിൽ ലക്ഷക്കണക്കിന് പ്രൈമറി വിദ്യാർത്ഥികൾ ആവേശത്തോടുകൂടി പങ്കെടുത്ത മത്സരങ്ങളിൽ ഏത് ജില്ലക്കാരാണ് വിജയിക്കുക എന്ന് ഈ മത്സരത്തോട് തീരുമാനിക്കപ്പെടും. ഇതിന്റെ പ്രാഥമിക പാദ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ടീം സി കോഴിക്കോട്. എന്റെ പേര് ഐശ്വര്യലക്ഷ്മി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്റെ പേര് ബസീൽ മുഹമ്മദ് ടി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ GMUPS ചേന്നമംഗലൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ടീം ബി കോട്ടയം. എന്റെ പേര് കൃഷ്ണകാന്ത്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. കോട്ടയം ജില്ലയിലെ SMVHSS പൂഞ്ഞാറിൽ ഞാൻ പഠിക്കുന്നു. എന്റെ പേര് സിൽവ ജോസഫ്. കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. CSVP സ്കൂൾ മാടപ്പള്ളിയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ടീം എ തൃശൂർ. എന്റെ പേര് മിഥുൻ PM. ഞാൻ തൃശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. തൃശൂർ ജില്ലയിലെ GUPS ഒളരിക്കര സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ബാസിത്ത് അലി. ഞാൻ തൃശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ തൃശൂർ ജില്ലയിലെ അൽ-അസ്ഹർ സെൻട്രൽ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടീം ഡി ഇടുക്കി. എന്റെ പേര് അമീർ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. GHSS ദേവിയാർ കോളനി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ഇർഫാന നിസാം. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. അൽ-അസ്ഹർ പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ടീം ഇ എറണാകുളം. എന്റെ പേര് അഞ്ജുജി നായർ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ അക്ഷയ് സുമകുമാർ. എറണാകുളം ജില്ലയിലെ CCPL മാംഗ്ലൂർ ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടീം എഫ് പാലക്കാട്. നമസ്കാരം. എന്റെ പേര് സൂര്യനാരായണൻ. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നും വരുന്നു. SNUPS സ്കൂൾ കുറുന്തരപ്പള്ളിയിൽ പഠിക്കുന്നു. ഞാൻ അരവിന്ദ്. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ പാലക്കാട് ജില്ലയിലെ തത്തമംഗലം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ടീം ജി കണ്ണൂർ. എന്റെ പേര് അനിഷ കൃഷ്ണൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. നിരമ്പി UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്റെ പേര് ആസാദ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. മാനേഗരി UP സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥി. നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. വേനലിൽ അകവും കുറവും ചൂടുപിടിച്ചിരിക്കുന്ന നമുക്ക് മലയാളത്തിലെ പ്രചാരമായ കാവ്യങ്ങളുടെ പെയ്തിറങ്ങുന്ന കാവ്യ മഴ കൊണ്ട് തന്നെ ആരംഭിക്കാം. ഈ കാവ്യശകലങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. കേട്ട ശേഷം അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുള്ള റൈറ്റിംഗ് പാഡിൽ എഴുതുകയാണ് വേണ്ടത്. എല്ലാ ടീമുകൾക്കും സ്കോർ ചെയ്യാൻ ഉള്ള അവസരമാണിത്. ശരി ഉത്തരത്തിന് 10 സ്കോർ ലഭിക്കും. ശ്രദ്ധാപൂർവം കേൾക്കണം. ഓമനത്തിങ്കൽ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നീലാവോ. ഈ താരാട്ടുപാട്ട് പാടാത്ത, ഒന്നും മൂളാത്ത ഒരമ്മയും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ചോദ്യം: ഈ താരാട്ടുപാട്ട് ഇരയിമ്മൻ തമ്പി എഴുതിയതാണ്. ആരെ പാടി ഉറക്കുന്നതിന് വേണ്ടിയാണ് ഇരയിമ്മൻ തമ്പി ഈ വരികൾ എഴുതിയത്? പ്രസിദ്ധനായ ഒരാളുടെ കുട്ടിക്കാലത്ത് താരാട്ടുപാട്ടായി എഴുതിയതാണ്. ആരെ പാടി ഉറക്കുന്നതിന് വേണ്ടിയാണ് ഇരയിമ്മൻ തമ്പി പ്രസിദ്ധമായ വരികൾ എഴുതിയത്? കൂടിയാലോചിച്ച് ഒരാൾ എഴുതിയാൽ മതി. ടീം ജി എന്തുത്തരമാണ് എഴുതിയത്? സ്വാതി തിരുനാൾ. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം എഴുതിയിട്ടുള്ളവർ ആർക്കുണ്ട്? ടീം എ, ടീം ബി, ടീം സി, ടീം ഇ, എഫ്, ജി.
ഓക്കെ, മിക്ക ടീമുകളും ശരി ഉത്തരം എഴുതിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, കാവ്യശകലം ശ്രദ്ധിക്കുക. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാൻ ഒരു കുളിർനിഴൽ നടുന്നു. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാൻ ഒരു കുളിർനിഴൽ നടുന്നു. മലർവാടിയുടെ ഒരു കൈ ഒരു തൈ ക്യാമ്പയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു തൈ നടുമ്പോൾ എന്ന കവിതയിലെ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇത് ആരുടെ വരികളാണ് എന്നാണ് കേട്ടത്? ഈ കവിത ആരെഴുതിയതാണ്? ഒരു തൈ നടുമ്പോൾ എന്ന കവിത ആരെഴുതിയതാണ്? എല്ലാ ടീമുകളും എഴുതി കഴിഞ്ഞു. ടീം എ എഴുതിയിട്ടുള്ള ഉത്തരം ഏതാന്ന് നോക്കൂ. ONV കുറിപ്പ്. ശരിയായ ഉത്തരം ആരൊക്കെയാണ് ശരിയാക്കിയിട്ടുള്ളത്? ടീം എ, ടീം ബി, ടീം സി, ടീം ഇ, ടീം ജി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ദുഃഖത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള സുന്ദരമായ ഒരു കാവ്യത്തിൽ നിന്നുള്ള വരികളാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. അവശന്മാരാത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയാൻ, അവരർത്ഥനഗ്നന്മാർ അവരാശമഗ്നന്മാർ അവരുടെ സങ്കടമാരു കേൾക്കാൻ. കേട്ടിട്ടുള്ള വരികളല്ലേ? ഇതാരുടെ വരികൾ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതാരുടെ വരികൾ? എല്ലാവരും എഴുതി കഴിഞ്ഞു. ടീം ഡി ഇടുക്കി എന്താണ് എഴുതിയത്? എഴുത്തച്ഛൻ. സോറി, ശരിയായില്ല. ടീം എഫ് വള്ളത്തോളിന്റെ വരികളല്ല. ടീം ഇ കുമാരനാശാൻ അല്ല. ടീം സി വള്ളത്തോളല്ല. ടീം ബി വൈലോപ്പിള്ളിയുടേതല്ല. ടീം എ, ടീം ജി ചങ്ങമ്പുഴ. ശരിയായ ഉത്തരം ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കാവ്യത്തിലുള്ള വരികളാണ് കേട്ടത്. ശരിയായ ഉത്തരം. കൺഗ്രാജുലേഷൻ. ടീം ജി 10 പോയിന്റ് നേടുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതും വളരെ പ്രസിദ്ധമായ വരികളാണ്. മനുഷ്യന്റെ ആർത്തിയെക്കുറിച്ചുള്ള പൂന്താനത്തിന്റെ ഒരു കൃതിയിലെ വരികളാണ് നിങ്ങൾ കേൾക്കുന്നത്. കേട്ടുനോക്കുക. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടിയാൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. അല്ലേ? കേട്ടുള്ള വരികളാണ്. ഏത് കൃതിയിൽ നിന്നുള്ള വരികളാണ്? പൂന്താനത്തിന്റെ ഏത് കൃതിയിൽ നിന്നുള്ള വരികളാണ് നാം ഈ കേട്ടത്? എഴുതി കഴിഞ്ഞു എല്ലാവരും? ടീം ബി പറയൂ. ജ്ഞാനപ്പാന. ശരിയായ ഉത്തരം ടീം ബി എഴുതിയ ശരിയാണ്. ടീം ബി ശരിയാക്കിയിട്ടുണ്ട്. ടീം സി ശരിയാക്കിയിട്ടുണ്ട്. ടീം ഡി ശരി ഉത്തരം. ടീം ഇ ശരിയാക്കിയിട്ടുണ്ട്. ടീം ജി ഉത്തരം ശരിയാണ്. ഇനി നമുക്ക് പ്രാഥമിക റൗണ്ടിലെ സ്കോർ നില ഒന്ന് പരിശോധിക്കാം. തൃശ്ശൂർ ജില്ല 20 സ്കോർ, കോട്ടയം 30, കോഴിക്കോട് 30 തന്നെ, ഇടുക്കി 10, എറണാകുളം 30, പാലക്കാട് 10. ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കണ്ണൂർ 40.